ഞങ്ങൾക്ക് വേണ്ടത് പ്രാർത്ഥിക്കുന്ന ഒരച്ഛനെയാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്നതാ, അൽമായർ എഴുതുന്നിരിക്കുന്നതാ. ഞങ്ങൾ അച്ഛന്മാരെ അന്വേഷിച്ച് പള്ളിയിലേക്ക് വരുമ്പോൾ അച്ഛൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടാൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന്. പ്രാർത്ഥന, ഇടവിടാതെ പ്രാർത്ഥിക്കുക. 1 തെസ്സലോനിയൻസ് 5:16 കൃത്യമായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണമെങ്കിൽ. ജാതിക്കും മതത്തിനും അതീതമായി പാവപ്പെട്ടവരെ സഹായിക്കുന്നവരായിരിക്കണം ഞങ്ങളുടെ അച്ഛന്മാരെന്ന് ആൾക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നു. കൗദാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം, കൗദാശിക ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായിരിക്കണം ഞങ്ങളുടെ അച്ഛന്മാരെന്ന് പറഞ്ഞിരിക്കുന്നു. കൗദാശിക ജീവിതം നയിക്കുന്നവരായിരിക്കണം, കൗദാശിക ജീവിതത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരായിരിക്കണം. മറ്റു കെട്ടിടം പണിയും കാര്യങ്ങളൊക്കെ നടത്തുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ അച്ഛന്മാർ ഞങ്ങളെ കുദാശകളിലേക്ക് നയിക്കുന്ന അച്ഛന്മാർ ഞങ്ങൾക്ക് വേണ്ടതെന്ന് അൽമായർ കൃത്യമായിട്ട് എഴുതി തന്നിരിക്കുന്നു. പലരും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ വൈദികർ അറിവുള്ളവരായിരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബൈബിൾ വായിക്കണം. ഇത്രയും വലിയൊരു നിധി നമുക്ക് കിട്ടിയിട്ട് അനുദിനം ആ നിധി അനുഭവിക്കാൻ, വായിച്ചറിയാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ അറിവുള്ളവരായിരിക്കണം. അച്ഛന്മാർ ക്രിസ്തുവിനോടും ക്രിസ്തുവിൻ്റെ സഭയോടും സഭാധികാരികളോടും അനുസരണയുള്ളവരായിരിക്കണം. അങ്ങനെയല്ലാത്ത അച്ഛന്മാർ ഞങ്ങൾക്ക് വേണ്ടാന്ന് എഴുതിയിട്ടുണ്ട്.